ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാരെന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ ഇന്റർഫേസും അതിന്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് തുറന്ന് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ടാപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കോയിൻസ് ഉണ്ടാക്കാം. അതിനുശേഷം പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന ടാബാണ്. ഏണിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടാസ്കുകൾ കിടക്കുന്നുണ്ടാവും. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കോയിൻസ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്താൽ നമുക്ക് കോയിൻസ് ഇടാൻ സാധിക്കും. പിന്നെ എയർ ഡ്രോപ്പ് ഓൾറെഡി കണക്റ്റിന്റെ ടൺ വാലറ്റിന്റെ അൺലോക്ക് ആയിട്ടില്ല. അപ്പോൾ അൺലോക്ക് ആകുമ്പോൾ നമുക്ക് കണക്റ്റിന് ശേഷം എയർ ഡ്രോപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്താണ് മൈൻ എന്ന ഓപ്ഷൻ. ഈ മൈൻ എന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഇവിടെ കാണുന്ന പോലെ 3 കാർഡ് കണ്ടെത്തണം. ആ 3 കാർഡ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടെത്തുക. നമുക്ക് 4 സെക്ഷനാണുള്ളത്. ഒന്ന് മാർക്കറ്റ്, പിആർ ആൻഡ് ടീം, ലീഗൽ, സ്പെഷ്യൽസ്. ഇതിനുള്ളിലായിരിക്കും ഈ 4 കാർഡ് കിടക്കേണ്ടത്. അപ്പോൾ ചില കാർഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിതിൽ ഓൾമോസ്റ്റ് എല്ലാ കാർഡും അൺലോക്ക് ചെയ്തിട്ടേക്കാണ് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ അൺലോക്ക് ചെയ്ത് തരാം. അല്ല, അൺലോക്ക് ചെയ്ത് തരുന്നത് അത്ര ബുദ്ധിയല്ല. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട. അപ്പോൾ അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ടോപ്പ് 10 സിഎംസി പെയർ എന്ന് പറഞ്ഞ കാർഡ് അൺലോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എത്ത് പെയർ എന്ന് പറഞ്ഞ കാർഡിന്റെ ലെവൽ 5 ആവണം. അപ്പോൾ അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ടാവും ഏത് കാർഡ് എത്രാമത്തെ ലെവൽ ആയാലാണ് ഇത് അൺലോക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാർഡും അൺലോക്ക് ആകാനായിട്ട് ചിലപ്പോൾ വേറൊരു കാർഡിന്റെ ആവശ്യകത ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഈ ഒരു കാർഡ് മാർജിൻ ട്രേഡിംഗ് ഇൻറ്റു 20 എന്ന് പറഞ്ഞ കാർഡ് അൺലോക്ക് ആവണമെങ്കിൽ ചിലപ്പോൾ മെം കോയിൻ 5 ലെവലിൽ എത്തേണ്ടി വരും. പക്ഷേ മെം കോയിൻ 1 ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ DeFi 20 ടോക്കൺ 6 ലെവലിൽ എത്തേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം 6 ലെവലിൽ എത്തിയതിനു ശേഷം മെംകോയിൻ 5 എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ മാർജിൻ ട്രേഡിംഗ് ഇൻറ്റു 20 എന്ന് പറഞ്ഞ കോയിൻ ഈ ഒരു കാർഡ് അൺലോക്ക് ആവുള്ളൂ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സംഭവം മേലെ ഇവിടെ കിടന്ന് കിടക്കും. അങ്ങനെ 3 കാർഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 5,00,000 കോയിൻ കിട്ടും. ഓക്കെ. ഇതാണ് ഒരു തരത്തിൽ ഉണ്ടാകാനുള്ള ഒരു ഇൻകം. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ ഈ സ്ക്രീനിൽ ഏൺ പെർ ടാപ്പ് എന്ന സാധനം ഉണ്ടാവും. ഈ ഏൺ പെർ ടാപ്പ് എന്ന് ഇവിടെ കാണുന്ന സാധനം. ഇതുമ്മേ നമ്മൾ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്റർഫേസ് ഒരു റെഡ് ആയി മാറും. പിന്നെ ഇവിടെ നമ്മളൊരു മോഴ്സ് കോഡാണ് അടിച്ചു കൊടുക്കുന്നത്. മോഴ്സ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡാഷ് ഡോട്ട് അങ്ങനെയുള്ള മോഴ്സ് കോഡാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ മോഴ്സ് കോഡ് നമുക്ക് റിലീസ് ആവും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മോഴ്സ് കോഡ് ഞാൻ ഓൾറെഡി റിലീസായി 1,00,000 കോയിൻ നമുക്ക് കിട്ടും. ഓക്കെ. സോറി, ഇത് 10,00,000 ആണ്. സോറി സോറി സോറി. അപ്പോൾ നേരത്തെ 5,00,000 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലോങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാഷ് പോവും. ഒറ്റ ടാപ്പ് ഞെക്കി കഴിഞ്ഞാൽ ഡോട്ട് പോവും. ലോങ് ടാപ്പ് ഞെക്കി കഴിഞ്ഞാൽ ഡാഷ് പോവും. ഒറ്റ ടാപ്പ് ഞെക്കി കഴിഞ്ഞാൽ ഡോട്ട് പോവും. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ കൊന്നത് ടണ്ണായിരുന്നു. ടണ്ണിന്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടാപ്പ്, പിന്നെ ഒരു ഇത്തിരി പോസ് ഇടുക. അതിനുശേഷം 1, 2, 3 അങ്ങനെ 3 ലോങ് ടാപ്പ്. അതിനുശേഷം ഒരു ലോങ് ടാപ്പ്, ഒരു ഡോട്ട്. എടുത്ത് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് TON എഴുതി കാണിക്കണം. ആ എഴുതി കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോയിൻസ് 10,00,000 കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് ട്യൂട്ടോറിയൽ. ഇപ്പോൾ ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സംശയം ചോദിച്ചാൽ മതി.